ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്പി പൊട്ടറ്റോ റോസ്റ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. ഒരു ചൈനീസ് സ്റ്റൈലാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാട്ടോ അതെങ്ങനെയാണ്. നമ്മൾ വെള്ളം ഒരു 4 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. നന്നായിട്ട് തിളച്ചപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് പോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിന് അരിയണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോയിലേക്ക് ഇടും. എന്നിട്ട് 1 മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് സിം ചെയ്ത് 5 മിനിറ്റ് ഒന്നുകൂടെ കുക്ക് ചെയ്യും. ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി 5 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇത് 5 മിനിറ്റ്സ് കഴിഞ്ഞ് 5 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സീവ് ചെയ്യാം. സീവ് ചെയ്തതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദ ആഡ് ചെയ്യാം. 1 സെയിം ക്വാണ്ടിറ്റിയിലുള്ള റൈസ് ഫ്ലോറും ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ തന്നെ റൈസ് ഫ്ലോറും ആഡ് ചെയ്യാം. നമുക്ക് മിക്സ് ആക്കാം. കൈ വെച്ച് ചെറുതായിട്ട് 1/4 കപ്പ് റൈസ് ഫ്ലോർ ആഡ് ചെയ്യാം. നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി 1/4 കപ്പ് മൈദ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം സോൾട്ട് ആഡ് ചെയ്യാം ഈ ബാറ്ററിലേക്ക്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മുടെ ബാറ്റർ ആയിട്ടുണ്ട്. ഇത്രയും തിക്നെസ് വേണം നമുക്ക് മുക്കി പൊരിക്കാൻ വേണ്ടിയുള്ള ബാറ്റർ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്ത് കലക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററിൽ നമ്മൾ പൊട്ടറ്റോ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാം. അപ്പം ഞാൻ ആ ബാറ്ററിൽ ആ പൊട്ടറ്റോ ഇട്ട് നന്നായിട്ട് ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. കോട്ടിങ്ങൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. കുറേശ്ശെ ഇട്ടാൽ മതി, എല്ലാം കൂടി ഇടണ്ട കേട്ടോ. നമ്മളിങ്ങനെ നല്ലോണം തിളച്ചെടുക്കുന്ന എണ്ണയിലേക്ക് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഔട്ടർ ലെയർ നല്ലോണം ക്രിസ്പി ആവും. ഇപ്പോൾ അത് പെയിൽ യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം. ഇപ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ബാക്കി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഡീപ്പ് ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ പകുതിയാണ് കുക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി ഒന്നുകൂടെ ഡീപ്പ് ഫ്രൈ ചെയ്താലാണ് നല്ല ക്രിസ്പി ആവുള്ളൂ. അപ്പം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് 1 മിനിറ്റ് അത്രയും നേരം മതി, കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് എടുക്കാം. ഇപ്പം സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പം നന്നായി ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പിയാണ്. ഈ സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ഇത് ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇത്രയാണ്. ഇതൊരു 1/2 പോർഷൻ ഓഫ് ക്യാപ്സിക്കം ആണ്. ഇത് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഗ്രേവിക്ക് വേണ്ടി നമുക്ക് ഒരു മീഡിയം സൈസ് അണിയൻ മതി. ഗ്രീൻ ചില്ലി ഒരു 3 എണ്ണം മതി. വെളുത്ത എള്ളാണ്. അത് നമുക്ക് ആദ്യം ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മതി. പിന്നെ നമുക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്. ആദ്യം നമുക്ക് ഈ എള്ള് അത് നമുക്ക് ടോസ്റ്റ് ചെയ്യാം. കുറച്ച് മതി കേട്ടോ. ഇത് കണ്ടോ, ചെറുതായിട്ടൊരു ബ്രൗണിഷ് ഷെയ്ഡായില്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിത് മാറ്റാം. 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്തിടാം. ഒരു 3 എണ്ണം. ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് സോട്ടാക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് അണിയൻ ഇടാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ടാക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി നമുക്ക് സോയ ഒരു ടീസ്പൂൺ ആഡ് ചെയ്യാം. സോയ ഒരു ടീസ്പൂൺ ഉണ്ട്. സോസ് ഉണ്ടാക്കാനാണ്. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യാം. കോൺഫ്ലവർ ഇട്ടിട്ട് ഒരല്പം വെള്ളം കൂടി ഇട്ട് നമുക്കിതിന് മിക്സ് ആക്കാം. നല്ലൊരു സോസ് ഉണ്ടാക്കാം. അര ടീസ്പൂൺ പെപ്പർ ഇടാം നമുക്കിതിലേക്ക്. എന്നിട്ടൊന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് ആ സോസ് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. കുറച്ച് വെള്ളവും കൂടെ അഡീഷണൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഹണിയും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. കുറച്ച് ചില്ലി ഫ്ലേക്സ്. നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്രിസ്പി പൊട്ടറ്റോ ഫ്രൈസ് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ആ ക്രിസ്പിനെസ് പോവും. നന്നായി മിക്സ് ചെയ്യാം. എന്തായാലും ഓർക്കണം, തീ ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്യാവുള്ളൂ. നല്ല ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയാൽ മതി. ഇനി ഇത് സെർവ് ചെയ്യാം. മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സെസമി സീഡ്സ് ഇതിലേക്ക് ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടി ഇങ്ങനെ ഇടാം. സ്പ്രിംഗ് അണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് അണിയനും ഇടാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ, സീ യു, ടേക്ക് കെയർ, ബൈ.